സച്ചി രേവു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി സച്ചിയെ തിരഞ്ഞ് നാട്ടിലോട്ട് വരികയാണ്. സച്ചിക്കറിയില്ല രേവതി നാട്ടിലെത്തിയ കാര്യം. അങ്ങനെ രേവതി ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് സച്ചിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല, ശ്രീകാന്തെ നീ ഒന്ന് വിളിച്ചു നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏട്ടത്തി വീട്ടിലോട്ട് വരൂ എന്ന് പറയാണ്. ഇല്ല, ഞാൻ സച്ചിയേട്ടനെ കാണാതെ വീട്ടിലോട്ട് വരില്ല, ശ്രീകാന്ത് വിളിച്ചിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ എന്നോടൊന്ന് പറയുമെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്ത് എന്നാൽ ശരി ഏട്ടത്തി, ഞാൻ വിളിച്ചിട്ട് വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് സച്ചിക്ക്. അങ്ങനെ സച്ചി ഫോൺ എടുക്കുകയാണ്. അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, സച്ചിയേട്ട ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ശ്രീകാന്ത് നമ്മുടെ വണ്ടി പോലീസ് സ്റ്റേഷനിലാണ്, മഹേഷിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്, വണ്ടിയിൽ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചിരിക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചിയോട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി നാട്ടിലെത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടനെ കാണാതെ പോയില്ല എന്നാണ് പറയുന്നതെന്ന് പറയാണ്. അവളിപ്പോൾ എന്തിനാ നാട്ടിലോട്ട് എത്തിയത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയും പറയുന്നുണ്ട്. ഏട്ടൻ ഏത് പോലീസ് സ്റ്റേഷനിലാണ്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട ഞാൻ മതി, നീ വരണ്ട എന്ന് പറയണം. അങ്ങനെ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് കട്ട് ചെയ്യാണ്. അങ്ങനെ നേരെ ഏട്ടത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ്, കഞ്ചാവ് കേസിന് പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടി പോവാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സച്ചിയേട്ടനെ കാണാതെ പോയില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരാം, ശ്രീകാന്ത് നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയണം. അങ്ങനെ സച്ചി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നു. ഇതേ സമയം മഹേഷിനെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. മഹേഷ് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സച്ചി പോലീസിനോട് പറയുന്നുണ്ട്, ഇവനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ വണ്ടിയാണെന്നൊക്കെ പറയും. യൂണിഫോമിലല്ലാത്തൊരു പോലീസുകാരൻ മഹേഷിനെ തല്ലുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ സച്ചി ഈ പോലീസുകാരനെ തല്ലുന്നു. പിന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ പറഞ്ഞത് ഇത് ഇവിടുത്തെ SI ആണെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ വേഷത്തിൽ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സച്ചിയെ പുതിരെ തല്ലുകയാണ്. ഈ നടക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്, SI സാറിനെ കാണാനാണെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ നേരെ ചെല്ലുമ്പോൾ സച്ചിയെ തല്ലെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നേരെ നിന്ന് തടയുന്നുണ്ട് രേവതി. അങ്ങനെ രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവാണ്, ഇവളൊന്നും ചെയ്യരുത്, ഇയാളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആരാ, നീ പുറത്ത് പോകുന്നൊക്കെ പറഞ്ഞ് പോലീസുകാരന്മാർ അരുതും ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരോട് മാപ്പൊക്കെ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം, എൻ്റെ സച്ചിയേട്ടനെ വെറുതെ വിടണം, അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ രേവതി അവിടെ നിൽക്കുന്ന 2 കോൺസ്റ്റബിൾസ്, ലേഡീസ് കോൺസ്റ്റബിൾസ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ രേവതി വീണ്ടും പറയുന്നുണ്ട്, തല്ലരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ പോലീസുകാർ പറയുന്നുണ്ട്, ഇതേപോലെ നിനക്ക് കിട്ടണമെങ്കിൽ നീ പുറത്ത് പോക്കോ എന്ന് രേവതിയോട് പറയാണ്. അപ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ മേൽ എൻ്റെ ഭാര്യയുടെ മേൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴും 4 അടി കൂടുതൽ കൊടുക്കുകയാണ് സച്ചിക്ക്. അങ്ങനെ രേവതി പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് രേവതി പൊട്ടിക്കരയുന്നുണ്ട്. അതേപോലെ ഇവർ 2 പേരെയും ലോക്കപ്പിലാക്കിയിരിക്കുകയാണ്, മഹേഷിനെയും സച്ചിയെയും. അങ്ങനെ മഹേഷ് പറയുന്നുണ്ട്, ഞാനല്ലടാ എല്ലാറ്റിനും കാരണം, ഞാൻ കാരണമല്ലേ നീ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അല്ലടാ, അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ അല്ല ഉണ്ടാവുക, നീ വേണം വെച്ചിട്ടല്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, പാവനിയ രേവതി പുറത്ത് നിൽക്കണ്ട്, നീ എന്നെ കൂട്ടാതെ അവൾ പോവില്ല, ഇതിപ്പോൾ ഒരു കേസല്ലല്ലോ, ഇപ്പം ഞാൻ അയാളെ തല്ലും ചെയ്തില്ല, അത് കാരണം എന്തായാലും ജയിലിൽ പോകാനുള്ള സാധ്യത ഉണ്ട്, ഇനി രേവതി പുറത്തു നിന്ന് എന്ത് ചെയ്യാനാന്നൊക്കെ പറയാണ് സച്ചി. അങ്ങനെ 2 പേരെയും പരസ്പരം കാണിക്കുന്നുണ്ട്. രേവതി ആണെങ്കിലും നല്ല കരച്ചിലാണ്. ഇതേ സമയത്ത് അങ്ങോട്ട് ശ്രീകാന്തും അതുപോലെ ദേവികയും വരുന്നുണ്ട്, ദേവുവും വരുന്നുണ്ട്, രേവതിയുടെ അനിയത്തി. ഇവരെ കാണുന്നതും ഓടിച്ചെന്ന് ദേവികയെ കെട്ടിപ്പിടിക്കുകയാണ് രേവതി. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, എന്താ പെട്ടെന്ന്, എന്തിനാണ് പോലീസ് പിടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമുക്കൊന്ന് ഉള്ളിലോട്ട് പോയാലോ എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ സച്ചിയെയും അതുപോലെ മഹേഷിനെയും കാണുകയാണ്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടേക്ക് വീണ്ടും പോലീസുകാർ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവരെന്നെ ഉള്ളിലോട്ട് കയറ്റി വിട്ടതെന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദിച്ചത് തന്നെയാണ് ഉള്ളിലോട്ട് വന്നതെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്ത് തെറ്റിനാണ് എൻ്റെ ഏട്ടനെ ഇവിടെ തെറ്റിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്, ഞങ്ങളുടെ SIനെ തല്ലിയിരിക്കുകയാണ്, നീ എന്തായാലും ജയിലിൽ പോകും, നിന്നെ ഞാൻ ജയിലിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരും ഭീഷണിപ്പെടുത്താണ്. ഇത് കണ്ട് രേവതി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കാല് പിടിച്ച് വേണമെങ്കിൽ മാപ്പ് പറയാം, എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, വേറെ ആൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യാത്ത കുറ്റത്തിനാണ്, പിന്നെ കുറച്ചൊക്കെ ഫ്രണ്ട്സിനോട് കൂടുതൽ സ്നേഹം കൂടുതലാണ്, അത് ആരായാലും സ്നേഹിക്കുന്നവർക്ക് ജീവൻ വരെ കൊടുക്കും സച്ചിയേട്ടൻ, അതുകൊണ്ട് തന്നെ അയാളെ തല്ലെന്ന് കണ്ടപ്പോൾ നോക്കി നിൽക്കാൻ പറ്റാതെയാണ് സച്ചിയേട്ടൻ തല്ലിയത്, ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയുന്നതിന്, നീ എന്തിനാ അവരോട് മാപ്പ് പറയണേ, അയാൾ ആരാ, നീ മാപ്പ് പറയണ്ട എന്നൊക്കെ പറയാണ്. കണ്ടോ ഇവൻ്റെ അഹങ്കാരം കണ്ടോ എന്ന് പറഞ്ഞ് പോലീസുകാർ വീണ്ടും ദേഷ്യപ്പെടാണ്. എന്തായാലും ഇവനെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല, പൊക്കോ എന്ന് പറഞ്ഞ് ഇവരെ പുറത്തോട്ട് പറഞ്ഞയക്കുകയാണ്. മഹേഷിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എവിടെയുള്ള ആൾക്കാരായിരുന്നു വാടക വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടേക്ക് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് മഹേഷ്.
അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ സച്ചിയുടെ അടുത്ത് നിന്ന് രേവതിയും അതുപോലെ ശ്രീകാന്തൊക്കെ പുറത്തോട്ട് പോവാണ്. വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സച്ചിയെയും അതുപോലെ രേവതിയെയാണ് കാണിക്കുന്നത്. അങ്ങനെ പുറത്ത് വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാവരും. അങ്ങനെ പുറത്തു കൂടെ വരുന്നൊരു ലേഡി കോൺസ്റ്റബിളിനെ നമ്മൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ സച്ചിയേട്ടനൊന്ന് പുറത്ത് ഇറക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റബിൾ ഒന്ന് പുറത്തോട്ട് വരുമെന്ന് പറഞ്ഞാൽ അവർ പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. ഇവർ ഭയങ്കര സാധനങ്ങളാണ്, കോടതിയിൽ പോകുന്നതിന് മുൻപേ നിങ്ങൾ എന്തായാലും രക്ഷിക്കുന്നതാണ് നല്ലത്, അതല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന വല്ല ഉദ്യോഗസ്ഥരെയോ അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരെയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടുമായിരിക്കും. അങ്ങനെ ഒരുപാട് കേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറക്കി കൊണ്ടുപോകുക, അതെല്ലാം തന്നെ കോടതി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പിന്നെ എല്ലാവരും കൺട്രോളാണെന്നൊക്കെ പറയണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് ഇനി ആരെ വിളിച്ച് പറയാനുള്ളത്, ഇനി എന്താ ചെയ്യുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നമുക്ക് അത്രയ്ക്ക് പിടിപാടൊന്നും ഇല്ലല്ലോ, നമ്മൾ ആദ്യം ഇതിന് കുറ്റവാളിയല്ല എന്നുള്ള തെളിവ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ ആ സാധനങ്ങൾ കയറ്റിയ സ്ഥലത്ത് നമുക്ക് പോയിട്ട് ഒന്ന് അന്വേഷിക്കാം, അവിടുന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിന് നല്ല ഉപകാരമായിരിക്കും, അപ്പോൾ നമുക്ക് ആരെ കൊണ്ടെങ്കിലും വിളിച്ച് പറയിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വേണം, കാരണം സമയമില്ല നമുക്ക്, സച്ചേട്ടൻ ഇവിടെ എത്ര നേരം നിൽക്കുന്നു അത്രയും നമുക്ക് പ്രശ്നമാണ്, അവർ എപ്പോൾ വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. രേവതി വളരെ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞ പോലെ കടയിൽ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇവർ 3 പേരും കൂടെ പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ CCTVയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. CCTV ഫുട്ടേജിൽ കാണുന്ന കാര്യങ്ങളിൽ സച്ചി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും ഉണ്ട്. കാരണം അവിടുന്ന് അവർ എന്തോ കയറ്റുന്നതായിട്ടും ആളേനൊക്കെ തിരിച്ചറിയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.